ഹായ് ഫ്രണ്ട്സ്, ഐ എം ജിനു വർഗീസ് രഞ്ജു വ്ളോഗ്സിലേക്ക് സ്വാഗതം കേട്ടോ. അന്നേരം എന്തേ 10ാം ക്ലാസ് കഴിയാൻ പോവാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ 10ാം ക്ലാസ് കഴിയാൻ പോകുന്നു. അച്ചാച്ചൻ്റെ അമ്മയുടെയും പ്രാർത്ഥന അതിൻ്റെ പുറകെ ഉണ്ട്. അതോടൊപ്പം തന്നെ എന്നെ പഠിപ്പിച്ച ടീച്ചർമാരുടെ അനുഗ്രഹവും ഉണ്ട്. നല്ല രീതിയിൽ തന്നെ ദൈവം സഹായിച്ച നല്ല രീതിയിൽ തന്നെ 10ാം ക്ലാസ് പാസ്സായി ഇറങ്ങി. അതിൻ്റെ പുറകെ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹിച്ചത് വേറെ കോഴ്സായിരുന്നു. ഹോട്ടൽ മാനേജ്മെൻറ്റാണ് ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ചത്. എന്നാൽ പഠിക്കാൻ സാധിച്ചത് അതല്ല. ഇതിൻ്റെ ഇടയ്ക്ക് +2 വന്നില്ല. +2-ന് എനിക്ക് നിയർ ബൈ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള സ്കൂളിൽ തന്നെ അഡ്മിഷൻ വേണമെന്നായിരുന്നു ആഗ്രഹം. കാരണം എനിക്കധികം ദൂരോട്ടൊന്നും അധികം യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ സ്കൂളിൻ്റെ അടുത്ത് തന്നെ, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്കൂൾ തന്നെ കണ്ടുപിടിച്ചു. അതായത് ഞാൻ എങ്ങനെ പറയേണ്ടത് നിങ്ങളുടെ അടുക്കൽ 10ഉം 12ഉം ഒരേ സ്കൂളിൽ തന്നെ എനിക്ക് കിട്ടത്തക്ക രീതിയിൽ തന്നെ എനിക്ക് അഡ്മിഷൻ ശരിയായി കിട്ടി. അങ്ങനെ ഞാൻ അവിടെ തന്നെയാണ് എല്ലാം പഠിച്ചെടുത്തത്. അലോഷ്യസ് എന്നായിരുന്നു ആ സ്കൂളിൻ്റെ പേര് കേട്ടോ. പബ്ലിക്കായിട്ട് ഞാനങ്ങ് പറയുകയാണ്. എന്തായാലും ശരി, നല്ല രീതിയിൽ തന്നെ എനിക്ക് ദൈവം അവിടെ എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ ടോപ്പറോ അങ്ങനെയൊന്നുമല്ല, ഹയറോ ഒന്നുമല്ല, ഒരു ബിലോ വേണേൽ അങ്ങനെയൊക്കെ പറയാം. ബിലോ ലെവലിൽ തന്നെയാണ് ഞാൻ അവിടുന്ന് പഠിച്ചിറങ്ങിയത്. കൊമേഴ്സ് ആയിരുന്നു +2-ൻ്റെ എൻ്റെ വിഷയം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്ത് പഠിക്കണം, അടുത്തത് എന്ത് സ്റ്റെപ്പ് എന്തെന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പോയാലോ, അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് അന്വേഷിച്ചു വന്നപ്പോഴത്തേക്കിനും ചിലർ പറഞ്ഞു ഹോട്ടൽ മാനേജ്മെൻറ്റ് പോകേണ്ട, അതത്ര നല്ല സബ്ജക്റ്റൊന്നുമല്ല, നല്ല വിഷയങ്ങളല്ല, ഭയങ്കര കഷ്ടപ്പാടാണ്, ദുരിതമാണ്, എല്ലാം ഒന്ന് പറഞ്ഞു മനസ്സങ്ങ് മാറ്റി. എന്നാൽ പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പോകുന്നില്ല എന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഏവിയേഷനിലേക്ക് തിരിഞ്ഞു. ഏവിയേഷനിലേക്ക് ട്രാക്ക് മാറി ഏവിയേഷൻ്റെ കോഴ്സുകളെല്ലാം പഠിച്ചു. അതിനുവേണ്ടി തിരിഞ്ഞു, കുറേ പൈസ അതിന് വേണ്ടി ചിലവാക്കി. ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ഞാൻ പാസ്സായി. അങ്ങനെ അതിൻ്റെ കോഴ്സ് പാസ്സായി ഇറങ്ങി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഏവിയേഷൻ പഠിച്ചിട്ടാണോ നീ ഈവനിങ് ഹോട്ടലിലെ ജോലിക്ക് വേണ്ടി നടക്കുന്നത്, അല്ലെങ്കിൽ ഹോട്ടലിലെ വീഡിയോസ് ഇട്ട് നടക്കുന്നതാണ്. പക്ഷേ അതൊരു ട്രാക്കായിരുന്നു കേട്ടോ. ആ സ്റ്റോറി എന്നാന്ന് ഞാൻ പുറകെ നിങ്ങളോട് അടുത്ത വ്യൂസിന് നിങ്ങളോട് ഞാൻ പറയുന്നതായിരിക്കും. ഗുഡ് നൈറ്റ്, അല്ലേ വേണ്ട ഗുഡ് മോർണിംഗ്. താങ്ക് യു.